കോടതികൾ, കേരള ജുഡീഷ്യൽ അക്കാദമി എന്നിവയുടെ ആധുനികവൽക്കരണത്തിലൂടെ കോടതികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട പ്രവർത്തനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും സാധിക്കുന്നു. ഈ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വിവിധ ഘടക പദ്ധതികൾക്കായിട്ട് 15.04 കോടി മാറ്റിവെക്കുന്നു. ജുഡീഷ്യറിയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാന വിഹിതമായി 24-25 സാമ്പത്തിക വർഷം 18 കോടി രൂപ വകയിരുത്തുന്നു. എക്സൈസ് വകുപ്പിന്റെ ആധുനികവൽക്കരണത്തിന് 9.27 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, യുവാക്കളിൽ ലഹരി വസ്തുക്കളുടെ ദൂഷ്യവശത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ പ്രചരണ പരിപാടിയായ വിമുക്തിയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 2024-25 വർഷത്തേക്ക് 9.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ധനവകുപ്പിന് കീഴിലുള്ള നാഷണൽ സേവിംഗ്സ്, ചീഫ് ടെക്നിക്കൽ എക്സാമിനർ, ഇൻഷുറൻസ് തുടങ്ങിയ ഓഫീസുകളും ഡയറക്ടറേറ്റുകളും തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. മതിയായ സൌകര്യങ്ങളില്ലാത്ത പ്രശ്നമുണ്ട്. ഈ ഓഫീസുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഒരു ഓഫീസ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സർ, സംസ്ഥാനത്ത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നത്. രാജ്യത്ത് ഏറ്റവും മികച്ച നിരക്കിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. പ്രതിമാസം 1600 രൂപ നിരക്കിൽ പെൻഷൻ നൽകുന്നതിനായി പ്രതിവർഷം വേണ്ടിവരുന്നത് 9000 കോടി രൂപയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ചില നടപടികൾ മൂലം അത് വൈകുന്ന നിലയുണ്ടായിട്ടുണ്ട്. പെൻഷൻ നൽകാനായി രൂപീകരിച്ച കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി ലിമിറ്റഡ് സമാഹരിച്ച 35,000 കോടി രൂപയിൽ 24,000 കോടി രൂപയും ഈ ഘട്ടത്തിൽ ഈ 2 വർഷ കാലയളവിൽ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പെൻഷൻ കമ്പനിയുടെ പുതുതായി ധനസമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിന്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ്. ഇതുകൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നതിന് വെറും നാമമാത്രമായ സഹായമാണ് കേന്ദ്രത്തിൽ നൽകുന്നത്. അതുപോലും കൃത്യമായിട്ട് നൽകാത്ത സാഹചര്യമാണ്. സർ, ഇതിവിടെ പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷം കൃത്യമായും സമയബന്ധിതമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുള്ള ഒരു പ്രത്യേക നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ആണ് പറയുന്നത്. കിഫ്ബി സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൌകര്യ വികസനത്തിനു വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, വിദ്യാഭ്യാസം, ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികളിലായി 62,454.18 കോടി രൂപയുടെ 1066 അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്കും 20,000 കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ പൂളിൽ ഉൾപ്പെടുത്തി 7 പദ്ധതികൾക്കും നാളിതുവരെ കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 32,738.25 കോടി രൂപയുടെ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികൾ 595 പദ്ധതികൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതും അതിൽ 14,830.76 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കാനും കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 21,817 കോടി രൂപയുടെ പദ്ധതികൾ പ്രവൃത്തി പുരോഗതിയിലാണ്. അംഗീകാരം നൽകിയ പദ്ധതികൾക്കായി നാളിതുവരെ 27,522 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സർ, സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിലെ പുനഃസംഘടന രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു. പുനഃസംഘടനയ്ക്ക് ശേഷം നികുതി പിരിവിലും നികുതി ഭരണത്തിലും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വകുപ്പിനെ 3 വിഭാഗങ്ങളായി പുനഃക്രമീകരിച്ചുള്ള നികുതി വെട്ടിപ്പ് ശാസ്ത്രീയമായി ആധുനിക മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചും കണ്ടെത്താൻ കഴിയും. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് വിവിധ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. സർ, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് പ്രൊജക്ട് ഇൻഫർമേഷനും മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് ഓഡിറ്റ് വകുപ്പ് പ്രവർത്തനം നടത്തിവരുന്നു. ഈ വർഷം ഈ ആധുനികവൽക്കരണത്തിന്റെ സോഫ്റ്റ്വെയറിന് വേണ്ടി 2.11 കോടി രൂപ വകയിരുത്തുന്നു. ട്രഷറി വകുപ്പ് പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുകയും കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 22 ട്രഷറികൾ സ്വന്തമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. കൂടുതൽ വേഗത്തിലും ഗുണനിലവാരത്തിലുള്ള സേവനം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കമ്പ്യൂട്ടർവൽക്കരണവുമായി ബന്ധപ്പെട്ട ആധുനിക സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിസ്ഥാന സൌകര്യ വികസനം, കമ്പ്യൂട്ടറും മറ്റ് IT ഉപകരണങ്ങളും മാറ്റിസ്ഥാപിക്കൽ, ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഘടകങ്ങൾക്കായിട്ട് 7 കോടി രൂപയും ട്രഷറികളുടെ അടിസ്ഥാന ഭൌതിക സൌകര്യങ്ങളുടെ നവീകരണത്തിനായി 7.5 കോടി രൂപയും ഉൾപ്പെടെ ട്രഷറി വകുപ്പിന് 18.6 കോടി രൂപ വകയിരുത്തുന്നു. KSFE, ഇൻഷുറൻസ് വകുപ്പ് തുടങ്ങിയതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല. കേരള സർക്കാരിന്റെ ഡിജിറ്റൽ ഇൻക്യുബേഷൻ പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച KSFE പവർ മൊബൈൽ ആപ്പിലൂടെ KSFE ചിട്ടി ലോൺ കൂടുതൽ സുതാര്യവും ലളിതവും വേഗതയേറിയ മാറിയിട്ടുണ്ട്. KSFE വിവിധ പുതിയ ഉൽപ്പന്നങ്ങളും പ്രവാസി ചിട്ടി മേഖലയിലെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കും. ധനമേഖലയുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ രാജ്യത്ത് ഏറ്റവും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അറ്റലാഭത്തിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. 2021 വർഷം 6.5 കോടി രൂപയായിരുന്ന അറ്റലാഭം നടപ്പ് വർഷം നാളിതുവരെ 50.19 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. മൊത്തം നിഷ്ക്രിയ ആസ്തി 3.11% കുറച്ചുകൊണ്ടുവരാനും റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ 22.85% തനത് വരുന്നത് 25.58% വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ
സഹായത്തോടെ 23-24 CMEDP കാംസ് സ്റ്റാർട്ടപ്സ് പദ്ധതികളുടെ കീഴിൽ 2800 വായ്പകളിലൂടെ 846 കോടി രൂപ വിതരണം ചെയ്യുകയുണ്ടായി. ഇതിലൂടെ പ്രത്യക്ഷമായും പരോക്ഷമായും 61,715 പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സർ, സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജം നൽകുന്നതിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ ലഭ്യമായിട്ടുള്ള വ്യവസായ അനുയോജ്യ ഭൂമി കണ്ടെത്തി സമാഹരിച്ച അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഉതകും വിധം സംരംഭകർക്ക് വിതരണം ചെയ്യാനായി ഒരു പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നതാണ്. KFCയുടെ നേതൃത്വത്തിൽ പ്രവാസികൾ, KSFE, സമാനമായ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവരുമായി സഹകരിച്ചാണ് 1000 കോടി രൂപയുടെ അംഗീകൃത മൂലധനമുള്ള ഒരു കമ്പനിക്ക് രൂപം നൽകുക. അതിനൊപ്പം KFCയുടെ മൂലധനം 100 കോടി ഈ വർഷം 300 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കും. അതിനായിട്ടുള്ള പണം നൽകും. സർ, മെഡിസപ്പ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഉയർന്ന ചികിത്സാ ചെലവുകളിൽ നിന്നും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കും ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിലുണ്ടായിരുന്ന സങ്കീർണമായ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സംവിധാനത്തിന് പകരമായി നടപ്പാക്കിയ കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. പ്രതിവർഷം പരമാവധി 3 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന മെഡിസപ്പ് പദ്ധതിയിൽ 553 ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആശ്രിതർ ഉൾപ്പെടെ 30 ലക്ഷത്തോളം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. 22-23 പ്രീമിയമായി 491.46 കോടി രൂപ ലഭിച്ചപ്പോൾ 2,45,494 പേർക്ക് 640.49 കോടി രൂപയുടെ ക്ലെയിം അനുവദിച്ചു. 2023-24 ഇതുവരെ 2,31,772 പേർക്ക് 435.07 കോടി രൂപയുടെ ക്ലെയിം നൽകിയിട്ടുണ്ട്. സർ, സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിവിധ മേഖലകളിൽ വലിയ തോതിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. പുതുതായി ഏജൻസി എടുക്കുന്നവർക്കും ചെറുകിട വിൽപ്പനക്കാർക്കും പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകൾ ആവശ്യത്തിന് ലഭ്യമാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനായി പ്രതിവാര ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സീരീസ് വർദ്ധിപ്പിക്കുകയും സമ്മാന ഘടന പരിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൂടെ 30,000 പേർക്ക് അധികമായിട്ട് തൊഴിലവസരം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പാർക്ക് 2 വർഷം നടപ്പിലാക്കുന്നതിന് വേണ്ടി 1.83 കോടി രൂപ നീക്കിവെക്കുന്നു. ലാൻഡ് റവന്യൂ വകുപ്പിലും റവന്യൂ ഭവൻ നിർമ്മാണത്തിനും റവന്യൂ ഓഫീസുകളുടെയും സ്മാർട്ട് വില്ലേജുകളുടെയും നിർമ്മാണത്തിനുമായി 49 കോടി രൂപ വകയിരുത്തുന്നു. ഗുണനിലവാരമുള്ളതും സുതാര്യമായ സേവനങ്ങൾ വേഗത്തിലും ഫലപ്രദമായും ലഭ്യമാക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ കമ്പ്യൂട്ടർവൽക്കരണത്തിനായി 26.5 കോടി രൂപ മാറ്റിവെക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 6 കോടി രൂപ മാറ്റിവെക്കുന്നു. വൻകിട പശ്ചാത്തല സൌകര്യ വികസന പദ്ധതിക്കായിട്ടുള്ള ഫണ്ടിൽ 300.73 കോടി രൂപ വകയിരുത്തുന്നു. KDISCന് വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംരംഭകത്വം പങ്കാളിത്തം പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഗവേഷണം തുടങ്ങിയ നവീന രീതികൾ സൃഷ്ടിക്കുന്ന ചുറ്റുപാടുണ്ടാക്കുന്ന KDISCന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി 2024-25 സാമ്പത്തിക വർഷം 23 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായ 4 സൌത്യങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നടക്കുന്ന നവകേരള കർമ്മ പദ്ധതി 2ന്റെ നടത്തിപ്പിലേക്കായി 9.2 കോടി രൂപ നീക്കിവെക്കുന്നു. റീബിൽഡ് കേരളയുടെ പദ്ധതിക്ക് ഈ തുക 2024-25 1000 കോടിയായിട്ട് ഉയർത്തുന്നു. സർ, സർക്കാർ പ്രസ്സുകളെ ആധുനികവൽക്കരിക്കുന്നതിന് 5.22 കോടി രൂപ മാറ്റിവെക്കുന്നു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് 43 കോടി രൂപ വകയിരുത്തുന്നു. പൊതുവിതരണ വകുപ്പിന് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ നിർവഹണത്തിനുള്ള സഹായമായി 41.17 കോടി രൂപ വകയിരുത്തുന്നു. വിശപ്പുരഹിത പദ്ധതി 2 കോടി രൂപ വെക്കുന്നു. സപ്ലൈകോയുടെ നവീകരണത്തിനായിട്ട് ഔട്ട്ലെറ്റുകളുടെ നവീകരണത്തിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജീവനക്കാരും സർ, പങ്കാളിത്ത പെൻഷൻ പദ്ധതി സൃഷ്ടിച്ച അരക്ഷിതത്വം ജീവനക്കാരിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. സർ, ഇത് പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ തുടർ പരിശോധനയ്ക്കായി 3 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സർ, പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായം പുനഃപരിശോധിച്ച് ജീവനക്കാർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നൽകിയ വിഹിതം തിരികെ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു അഷ്വേർഡ് പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി പുതിയ സ്കീം രൂപീകരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ച് സംസ്ഥാനത്ത് ഈ പുതിയ അഷ്വേർഡ് സ്കീം നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്. സർ, സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലഘട്ടത്തിൽ ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ന് ഇന്ത്യയിലാകെ സർക്കാർ മേഖലയിൽ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വഴി നടക്കുന്ന ആകെ നിയമനങ്ങളുടെ 42% കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു. കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട 57,000 കോടി രൂപ വെട്ടിക്കുറച്ചതിനാൽ കടുത്ത പ്രയാസം നാം നേരിടുകയാണ്. ഇതിന്റെ ഒരു ഭാഗമെങ്കിലും ലഭിച്ചാൽ നമ്മുടെ വലിയ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിലും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു DAR ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. സർ, നവകേരള സദസ്സ്
ജനാധിപത്യ സംവിധാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏടാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ്. ഒരു സർക്കാരിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും ജനസമക്ഷം എത്തി ചർച്ചകൾ നടത്തുന്നതും ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതുമായ രീതി ലോകത്ത് തന്നെ ഇത്തരത്തിലാദ്യമാണ്. ഈ ജനാധിപത്യ പരീക്ഷണം വോട്ടർമാരിൽ വിശ്വാസമുള്ള സ്വന്തം പ്രവർത്തനം സംബന്ധിച്ച് ആത്മവിശ്വാസമുള്ള ഒരു ഭരണകൂടത്തിന് മാത്രമേ നടപ്പാക്കാനാവൂ. ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് നവകേരള സദസ്സിന്റെ ഭാഗമായത്. നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉയർന്നുവന്ന അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയുള്ള പ്രൊജക്ട് രൂപീകരണത്തിന് ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിന്റെ കീഴിൽ 35 കോടി രൂപ മാറ്റിവെക്കുന്നു. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഇതിൽ നിന്ന് 25 ലക്ഷം വീതം അനുവദിക്കും. നവകേരള സദസ്സിൽ വിഭാവനം ചെയ്തതും കുറഞ്ഞ ചെലവും ഉന്നത നിലവാരവുമുള്ള പദ്ധതികളുടെ വിശദമായ പദ്ധതി രേഖ ആസൂത്രണ സെക്രട്ടറി, പ്ലാനിംഗ് ബോർഡ് മെമ്പർ, ബന്ധപ്പെട്ട ഭരണവകുപ്പിന്റെ സെക്രട്ടറി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ച് അതത് ഭരണവകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതാണ്. സർ, ഭാവി കേരളത്തിന് ലക്ഷ്യവും മാർഗവും നൽകുന്ന ദിശാസൂചകങ്ങളായ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്കായി 1000